ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ ഗരം മസാലയും ചിക്കൻ മസാലയും ഒന്നും ചേർക്കാതെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള കടലക്കറി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഗരം മസാലയും ചിക്കൻ മസാലയൊക്കെ ചേർത്തിട്ടാണ് ചെയ്യുന്നത്. അതൊരു ഇറച്ചിക്കറിയുടെ ടേസ്റ്റാണ് കിട്ടുക. പക്ഷേ ശരിക്കുള്ള പണ്ടത്തെ നമ്മൾ തനി കടലക്കറിക്ക് നമ്മൾ ഈ ചിക്കൻ മസാലയും ഗരം മസാലയും ഒന്നും ചേർക്കാറില്ല. അപ്പോൾ അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുമ്പ് ഈ കുഞ്ഞ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കപ്പ് കടല രാത്രി കുതിർത്ത് വെക്കുന്നുണ്ട്. ഇത് നമ്മൾ രാവിലെ എടുത്തിട്ടാണ് വേവിക്കുന്നുള്ളത്. അപ്പോൾ ഒരു ഓവർനൈറ്റ് ഫുള്ളായിട്ട് നമ്മളിത് കുതിർത്ത് വെക്കും. ഇനി രാവിലെ ഇത് കടല എടുത്തിട്ട് നമ്മൾ നല്ല പോലെ കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് നമ്മൾ കടലൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ കടല മുങ്ങി നിൽക്കാൻ പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഫുൾ ഫ്ലെയിമിൽ 2 വിസിലാക്കിയിട്ട് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കാം. ആ ഒരു സമയത്ത് നമ്മുടെ കടല നല്ല പോലെ വെന്ത് കിട്ടും. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ മറക്കരുത്. ഞാനിത് വെറുതെ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല കേട്ടോ. തനി നാടൻ സ്റ്റൈലിൽ പണ്ടത്തെ ടേസ്റ്റാണെന്നൊക്കെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെറിയ വിസിലാക്കിയിട്ട് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കുക. നമ്മൾ വളരെ കുറച്ചാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കുമ്പോൾ വെള്ളം വേഗം വറ്റിപ്പോവും. ആ ഒരു കാര്യത്തിനാണ് ഞാനൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കാൻ പറഞ്ഞത്. 2 വിസിൽ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ആക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു മസാല തയ്യാറാക്കാം. അതിന് വേണ്ടി 2 സ്പൂൺ മല്ലിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. 2 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ കാശ്മീരി മുളകും അതേപോലെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ചേർക്കുന്നുള്ളത്. 2 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ചെറിയ തേങ്ങ ഒരു 2 പിടി, നമ്മുടെ വിരലിൽ ഒതുങ്ങുന്ന 2 പിടി മാത്രം മതി. ഫുള്ളായിട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇതുപോലെ 2 പിടി എടുത്തിട്ട് ഇതിലിട്ട് കൊടുക്കുക. ഓവറായിട്ട് തേങ്ങ ചേർക്കരുത്. ഇത്രയും തേങ്ങ മതിയാവും. ഇത് ഏകദേശം ഒരു 5-6 ആൾക്ക്, ഒരു 4-5 ആൾക്ക് കഴിക്കാനുള്ള കറിയൊക്കെ ഉണ്ടാവും. കുറേ കൂടുതലെടുത്ത് കഴിക്കുന്നവരാണെങ്കിൽ ഒരു 4-5 പേർക്ക്. സാധാരണ കുറച്ച് കറിയൊക്കെ ആണെങ്കിൽ ഒരു 6 പേർക്ക് കഴിക്കാനുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഞാനിനി മിക്സിയിൽ അരച്ചിട്ട് വരുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കുക ആദ്യം. അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുക. തേങ്ങയൊക്കെ നല്ല നൈസായിട്ട് അരിഞ്ഞു വരണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അരിഞ്ഞ് കിട്ടിയാൽ മതി. ഇപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വളരെ ലൂസായിട്ട് അരക്കരുത് കേട്ടോ. നമ്മൾ ഓൾറെഡി കടലയിൽ വെള്ളം ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത്. ആ ഒരു വെള്ളം എന്തായാലും കുറച്ച് ബാക്കി ഉണ്ടാകും. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അവസാനം മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു വലിയ സവോള ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയതായിട്ട് അരിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. ചെറിയതായിട്ട് അരിഞ്ഞതിന് ശേഷം ചതച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ല നൈസിലായിട്ട് ഇത് ചതഞ്ഞ് കിട്ടും. വലിയ പീസില്ലാതെ ചവയ്ക്കാൻ പ്രശ്നമില്ലാണ്ട് വലിയ പീസായിട്ട് തന്നെ ചതച്ചെടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനി ഞാനിവിടെ ഒരു 12 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതും കൂടി നമുക്കൊന്ന് ചതച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഒരു വലിയ തക്കാളിയും ഒരു 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ വെച്ച കടല വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം ബാക്കിയാക്കിയിട്ട് നല്ല പോലെ ഉടയുന്ന രീതിയിൽ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തൊരു മൺചട്ടിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നല്ലപോലെ വെള്ളമൊക്കെ ആറി വന്നതിന് ശേഷം നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. എണ്ണ നല്ല ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളുടെ വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി കടുകൊക്കെ നല്ല പോലെ പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആദ്യം ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. അപ്പോൾ അത് ചേർക്കുമ്പോൾ ലോ ഫ്ലെയിം നല്ലോണം കുറക്കുക. നല്ലോണം കുറച്ചതിന് ശേഷം മാത്രം ഇത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും ചേർത്ത് കൊടുക്കാം. ഇനി സവോള നല്ല പോലെ വഴറ്റിയെടുക്കണം. നമ്മൾ വഴറ്റിയെടുക്കുന്ന സമയത്ത് ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ കടലയിൽ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് നോക്കിയിട്ട് വേണമെങ്കിൽ അവസാനം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ചേർത്തിട്ട് ഉപ്പ് അധികമാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല പോലെ വഴറ്റിയെടുക്കുക.
സവോള നല്ലപോലെ വഴന്ന് വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച പച്ചമുളക് ഒന്ന് നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി പച്ചമുളക് ഇട്ടതിന് ശേഷം നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു വെച്ച തക്കാളി ചെറിയതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ചെറിയ രീതിയിൽ, നമുക്ക് വലിയതായിട്ട് തക്കാളി പീസസ് കറിയിലുണ്ടാകുമ്പോൾ ഒരു രസമില്ലാത്ത പോലെയാണ്. അപ്പോൾ ഞാൻ ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ ചെറിയ പീസസ് ആക്കുമ്പോൾ വേഗം വഴന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കുക. നല്ലപോലെ ഉടഞ്ഞ് വരണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഈ ഒരു സമയത്ത് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നിങ്ങൾ ഇതുവരെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഉണ്ടാക്കിയിട്ട് മസ്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് അറിയിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കടല മാത്രം ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിക്കാതെ കടല മാത്രമായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ കടല ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഒരു തിക്നെസ്സിന് വേണ്ടിയിട്ട് നമുക്കങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ കുറേ ആയിട്ടല്ല, ജസ്റ്റ് ഒന്ന് നമ്മുടെ സ്പൂണിലൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇത്രയും വെള്ളം ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു വലിയ സ്പൂൺ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ്, അത് ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ റേഷൻ അരിയുടെ പുട്ടിൻ്റെ റെസിപ്പി ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ മിക്സിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതുപോലെ തിക്നെസ്സിന് വേണ്ടിയിട്ട് കടല മിക്സിയുടെ ജാറിൽ അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നവരുണ്ട്. അതിനേക്കാളൊക്കെ ടേസ്റ്റാണ്. തിക്നെസ് അത്യാവശ്യത്തിന് നമുക്ക് ഈ കറിയിലുണ്ട്. ഓവർ തിക്നെസ് അല്ലെങ്കിലും അത്യാവശ്യത്തിനുള്ള വെറും വെള്ളം പോലെ അല്ല നമ്മുടെ കറിയുള്ളത്. അപ്പോൾ അതിനേക്കാളും ടേസ്റ്റായിട്ടാണ് ഇതുള്ളത്. ഇനി നമ്മൾ വേവിച്ച് വെച്ച കടലയുടെ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. എരിവിന് ആവശ്യമുണ്ടെങ്കിൽ കുരുമുളക് പൊടി വേണ്ടവർക്ക് ചേർക്കാം. അത് ആദ്യം ചേർക്കണം കേട്ടോ. കുരുമുളക് പൊടി ആദ്യം ചേർക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ പതിപ്പിച്ചെടുക്കണം. എനിക്ക് ഉപ്പ് കുറച്ച് കുറവ് പോലെ തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ പതച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ കടലക്കറി ഇവിടെ റെഡിയായി. തനി നാടൻ രീതിയിൽ ഉണ്ടാക്കിയ തനി നാടൻ രുചിയുള്ള അതേ സെയിം പണ്ടത്തെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കുന്ന കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ അതുവരേക്കും ബായ്.